ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് ചില ഭാഗത്ത് കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഞാനിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല എന്താ പറയുക, പതുപതുന്ന് തന്നെ നല്ല തൊടുമ്പോൾ ഞെങ്ങി പോണ പോലെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ മണികളായിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് വെള്ളം നമ്മൾ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പും. ഇപ്പം ഞാൻ 1 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 3/4 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇപ്പോൾ ഈ ചൂടുള്ളപ്പോൾ ഇങ്ങനെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറാൻ വെച്ച ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുഴയ്ക്കുന്നതിലാണ് നമ്മൾ ഇതിൻ്റെ ബോൾസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരിക കേട്ടോ. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്തെടുത്തത്, ഒരു 15 മിനിറ്റ് എടുത്തു കേട്ടോ. ഇപ്പോൾ ഈ 1 കപ്പ് പൊടി ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. 2 ആളൊക്കെ ആണെങ്കിൽ വേഗം കഴിയും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ഞാനിത് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇനി ഈ പാല് വറ്റി വരുന്ന പോലെ നമുക്കിത് കുറുക്കിയെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് നല്ല കട്ടിയായി കിട്ടും. പിന്നെ ഈ തേങ്ങാപ്പാലിൽ പ്രത്യേക അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ബോൾസ് ചേർക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പിടിക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, കാണിച്ചു തന്നേക്കണത്. ഇതിപ്പോൾ 1-ാം പാല് വേറെ ഒഴിക്കുക, 2-ാം പാല് വേറെ ഒഴിക്കുക, അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പാല് ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ചിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ.